മോഡൽ എക്സാമിന് വന്ന ഏറ്റവും ഫസ്റ്റത്തെ ക്വസ്റ്റ്യനാണിത്. ഇങ്ങനെ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ റോസ്റ്റർ ഫോം എഴുതാനുള്ള ക്വസ്റ്റ്യൻ. ഡൊമൈനും റേഞ്ചും എഴുതാനാണ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോസ്റ്റർ ഫോം എഴുതിയാലേ അത് കിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും നോക്കി നോക്കാം. ഇങ്ങനെ സെറ്റ് ബിൽഡർ ഫോമാണിത്. അതായത് എക്സും വൈയും തമ്മിലുള്ള കണക്ഷൻ അല്ലെങ്കിൽ റിലേഷൻ എന്താണെന്നുള്ളത് ഈ രീതിയിൽ തരും. എന്നിട്ട് അത് നിങ്ങൾക്ക് ഏതൊക്കെ എലമെൻറ്റ്സ് അതിനകത്ത് എഴുതാൻ പറ്റുമോ അത് എഴുതി കൊടുക്കണം. ഓക്കെ, റിലേഷൻ വൃത്തിയായിട്ട് മനസ്സിലാക്കാം. എക്സും വൈയും എവിടെ നിന്നാണ് എടുക്കേണ്ടത് എന്നാണ് ഇത്. സെഡിൽ നിന്നായിരിക്കണം, അത് ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടണം. എക്സ് ഇൻറ്റു വൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഏതൊക്കെ എക്സും വൈയും, നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ, എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടണം. ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 × 4 അല്ലേ, 4 ആണ്. ഇനിയോ 4 × 1 എടുക്കാമല്ലോ, അത് 4 തന്നെയല്ലേ. പിന്നെ 4 കിട്ടണമെങ്കിൽ 2 × 2, ഇത് 4 ആണ്. ഓക്കെ, ഇങ്ങനെ 4 കിട്ടുള്ളൂ. നമുക്ക് ഡയറക്റ്റായിട്ട് ചിന്തിക്കുമ്പോൾ അത്രേ നമുക്ക് കത്തുള്ളൂ. പക്ഷേ നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും പോസിറ്റീവ് അല്ലേ. ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സ് ആവാമല്ലോ. അപ്പോൾ 1 × 4 പകരം -1 × -4 എടുക്കാമല്ലോ. അതെന്താണ്, 4 തന്നെയാണ്. അതുതന്നെ -4 × -1 എടുത്തു കഴിഞ്ഞാലും 4 തന്നെയാണ്. 2 × 2 എന്നുള്ളത് -2 × -2 എടുത്തു കഴിഞ്ഞാലും 4 തന്നെയാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് 4 വരുത്താം, ഇൻറ്റിജേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ട്. വേറൊരു രീതിയിൽ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇത് നമുക്ക് ഒക്കെ ഓർഡേർഡ് പെയേഴ്സ് ആയിട്ട് എഴുതാം. 1 4 നമുക്ക് ഇങ്ങനെ എഴുതാം. 4 1, അടുത്തത് 2 2, അടുത്തത് -1 -4, അടുത്തത് -4 -1, അടുത്തത് -2 -2. ഇവരൊക്കെയാണ് നമ്മുടെ റിലേഷനിൽ ഉണ്ടാവുക. എല്ലാവരും ഇൻറ്റിജേഴ്സാണ്. ഇൻറ്റിജേഴ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്, 4 കിട്ടുന്നുണ്ട്. ഇവരെല്ലാവരും ചേർത്തിട്ട് നമ്മളൊരു സെറ്റ് എഴുതി കഴിഞ്ഞാൽ അതാണ് നമ്മുടെ റോസ്റ്റർ ഫോം. അപ്പോൾ ഞാൻ റോസ്റ്റർ ഫോം എഴുതിയിട്ടുണ്ട്. എല്ലാ എലമെൻറ്റ്സിനെയും നിരത്തി എഴുതി കൊടുത്തു. ഓക്കെ, ഇത് റോസ്റ്റർ ഫോം ചോദിച്ചിട്ടൊന്നുമില്ല. ഡൊമൈൻ, റേഞ്ച്, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റോസ്റ്റർ ഫോം കിട്ടിക്കഴിഞ്ഞാൽ ഡൊമൈൻ എഴുതാനുള്ള വഴി എന്താ, സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ സെറ്റിൻ്റെ ചിഹ്നം എന്തായാലും വേണം. ഫസ്റ്റ് എലമെൻറ്റ്സ് മാത്രം എടുത്ത് എഴുതി കൊടുക്കുക. 1 4, അടുത്തത് 2 -1 -4 -2. ഓക്കെ, റേഞ്ചോ അതേപോലെ തന്നെ. സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെൻറ്റ്സ് 4 1 2 -4 -1 -2. സെയിം ആണ് ഡൊമൈനും റേഞ്ചും. ഓക്കെ, ഇനി നമ്പർ ഓഫ് എലമെൻറ്റ്സ് 1 2 3 4 5 6. ഇത്രയേ ഉള്ളൂ ആൻസർ. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ മെയിൻ എക്സാമിന് വരുമെന്ന് പറയുന്നില്ല, പക്ഷേ ഇത് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ കാണിച്ചു തന്നത്. എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ വൃത്തിയായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് ശ്രദ്ധിച്ച് ഓരോ എലമെൻറ്റ്സായിട്ട് നോട്ട് ചെയ്യുക.